ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ശബരിനാഥന് ജയിച്ചു കയറാൻ കഴിയുന്ന ചില സാഹചര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് നേരത്തെ UDF വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ എളുപ്പം BJP സ്ഥാനാർത്ഥി ജയിച്ചു കയറും എന്ന് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പ്രവചിക്കാൻ പറ്റാത്ത മണ്ഡലമാണ് നേമം എന്നുള്ളത് തന്നെയാണ് സുനിൽ. പണത്തിന്റെ ഒഴുക്ക് ഏറ്റവും കൂടുതൽ നടന്ന സ്ഥലവും സമയത്ത് ഈ SIR ഇത്ര തിരിച്ചടിയാവുന്ന ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. ആ മണ്ഡലത്തിൽ മാത്രമാണ് ഇത്രയധികം. കാരണം ഇങ്ങനെ ജയിക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരു മണ്ഡലത്തിൽ എന്തുകൊണ്ട് വോട്ട് ചേർത്തില്ല അല്ലെങ്കിൽ വോട്ട് നഷ്ടപ്പെടാതെ നോക്കിയിട്ടില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല BJP അവകാശവാദം നടത്തുന്നില്ല. പക്ഷേ ഞാൻ രാജീവ് ചന്ദ്രശേഖരന് പ്രതികൂലമായി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്ന ഘടകം എപ്പോഴത്തേതും എന്ന പോലെ BJP-കകത്തെ അന്തഃഛിദ്രങ്ങളാണ്. അത് ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. രാജീവ് ചന്ദ്രശേഖർ വിജയിക്കേണ്ട എന്ന BJP-കകത്ത് കരുതൽ തോന്നലുണ്ടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് അതൊരു ദോഷം ചെയ്യുന്നതാണ് ഞാൻ SIR വന്ന ശേഷം 38,063 വോട്ടുകൾ പോയിട്ടുണ്ട്. BJP-യുടെ വോട്ടും പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതൊരു ഘടകമാകും. ഇപ്രാവശ്യം 31,000 SIR വെട്ടിയത് എത്ര വോട്ടാണ്? 38,000 വോട്ട്. ഈ പറയുന്ന ഭൂരിപക്ഷം നോക്കിയാൽ തന്നെ 30,000 വോട്ടാണ് അവിടെ വെട്ടിപ്പോയത് അധികം. അപ്പം 38,000 വോട്ട് വെട്ടിപ്പോകാന്ന് പറഞ്ഞാൽ അത് ചെറുതായിട്ട് കാണണ്ട. അപ്പം നമ്മളൊരു പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ അവിടുത്തെ BJP വോട്ടായിരിക്കും ഭൂരിഭാഗം വെട്ടിപ്പോണ്ടാവുക. കാരണം അവിടെ ഒരു മെജോറിറ്റി വോട്ട് കിട്ടുന്നത് BJP-ക്കാണ്. അത്രയും വോട്ട് BJP-ക്ക് നഷ്ടപ്പെട്ടാൽ ഈ 8,000 വോട്ട് എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം മുരളീധരൻ മത്സരിച്ചപ്പോൾ തന്നെയാണ് ഇപ്പോൾ ശബരിനാഥ്. കാരണം നായർ വോട്ട് പിടിക്കാൻ പ്രാപ്തിയായ 2 സ്ഥാനാർത്ഥികളായിരുന്നു ശബരിനാഥിന്റെ സ്ഥാനാർത്ഥി. അപ്പം ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകൾ 1% പിടിച്ചാൽ തന്നെ നായർ വോട്ട് നല്ല. കാരണം ഈ പറഞ്ഞ നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ നല്ല രീതിയിൽ നായർ വോട്ട് കിട്ടിയാൽ മാത്രമേ വിജയിച്ച് കയറാൻ കഴിയുള്ളൂ. പക്ഷെ അത്രയോ നായർ വോട്ട് പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ കിട്ടാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ ശബരിനാഥ് ഇപ്പോൾ നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം സത്യം പറഞ്ഞാൽ ഇലക്ഷന് ശേഷം നേമത്ത് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഇലക്ഷന് മുൻപ് വലിയ രീതിയിൽ നിയമം വിജയിച്ച് കയറും എന്നുള്ള നിലയ്ക്ക് ആത്മവിശ്വാസം BJP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇലക്ഷന് ശേഷം അങ്ങനെ കാര്യമായ ആത്മവിശ്വാസം കാണുകയോ അതുപോലെ തന്നെ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ അടുത്തുനിന്ന് പോലും വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനങ്ങൾ വരികയോ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് അത് അറിയാൻ കാരണം ഈ 38,000 വോട്ട് എവിടെ നിന്നാണ്? ഇപ്പം മഞ്ചേശ്വരം ഇതുപോലെ തന്നെയാണ്. മഞ്ചേശ്വരം വലിയ രീതിയിൽ വോട്ട് വെട്ടിപ്പോയി, SIR വെട്ടി. അപ്പോൾ എന്താണ് അതും അവിടുത്തെ BJP എന്ന് പറയുന്നത് BJP വോട്ട് വെട്ടിപ്പോയി എന്നാണ്. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്തും. അപ്പം തിരുവനന്തപുരത്തെ BJP-യുടെ കേരളത്തിലെ A-ക്ലാസ് മണ്ഡലങ്ങളിലെല്ലാം വലിയ തോതിൽ SIR ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് BJP-യുടെ തന്നെ വിലയിരുത്തൽ. ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന നേമത്താണ്. 38,000 വോട്ടിന്റെ പിന്നെ കുറവാണ് അവിടെ. അപ്പം അത് മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, വലിയ രീതിയിലുള്ള വോട്ടിംഗ് പെർസെന്റേജിൽ വോട്ട് ചെയ്തവരെ കണക്ക് വെച്ച് നോക്കുമ്പോൾ വലിയ രീതിയിൽ പെർസെന്റ് മാറ്റം വന്നിട്ടില്ല. ഈ 38,000 കവർ ചെയ്യാനുള്ള മാറ്റം അവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഒരു മറ്റുള്ള രണ്ട് UDF-നെ സംബന്ധിച്ചുള്ള LDF-നെ സംബന്ധിച്ചുള്ള 20% അല്ലെങ്കിൽ 30% വോട്ട് കുറഞ്ഞാൽ തന്നെ ഏത് SIR വെട്ടിപ്പോയത് അവരെയാണെങ്കിലും ബാക്കി വരുന്ന 60% പോകാൻ സാധ്യത BJP-യിൽ നിന്നാണ്. ഞാൻ ശിവൻകുട്ടിയിൽ നിൽക്കുന്നു. എന്തായാലും ഞാൻ ശിവൻകുട്ടി ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഭൂരിപക്ഷത്തിലേറെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. വലിയ ഭൂരിപക്ഷത്തിലൊന്നും ആയിരിക്കില്ല ജയിക്കുന്നതും. ഇല്ല, ഒരു 1000 കടന്നാൽ വലിയ കാര്യം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഓക്കെ, നമുക്ക് അങ്ങനെയാണ് പറയാനുള്ളത്. നേമത്തെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കും. ഈ നാട്ടിലുള്ള നിയമമണ്ഡലത്തിലുള്ള ജനങ്ങൾക്ക് മൊത്തം അറിയാന്നുള്ളതാണ്. MLA ആയിട്ട് പോയിട്ടും നാട്ടുകാരെ തിരിഞ്ഞ് നോക്കാത്ത രീതിയിലിരിക്കുന്ന ഒരു ആളെ ആരെങ്കിലും വോട്ട് ചെയ്യില്ലല്ലോ. എന്തെങ്കിലും നാട്ടിൽ നല്ല കാര്യം ചെയ്യുന്നവരല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ഒരു സ്ഥാനത്ത് എത്തിയിട്ടെങ്കിലും ഈ നാട്ടിൽ അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർക്ക് കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ ആ സമയത്ത് എത്തുകയും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താ അറിയിക്കും രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം ചെയ്യും. ഇവിടെ നിയമമണ്ഡലത്തിൽ എന്തോ സംശയം രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. അതിന് മാറ്റമൊന്നുമില്ല. നിയമമണ്ഡലത്തിൽ ആരുടെ ചോദിച്ചാലും പറയും രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. അതിന് സംശയമൊന്നുമില്ല. മോദിജിയുടെ വിജയം ഇത് മോദിജിക്ക് സമർപ്പിക്കണം. ഞങ്ങളുടെ വിജയം ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. നിയമമണ്ഡലത്തിൽ BJP വരുന്നതാണ്. ചന്ദ്രശേഖർ വരുന്നതാണ്. നിയമമണ്ഡലത്തിൽ എനിക്ക് എന്തായാലും BJP ജയിക്കുന്നതാണ് എൻ്റെ മനസ്സിലുണ്ട്. അല്ലാതെ അതിലേക്ക് പറ്റില്ല. മിക്കവാറും ജയിക്കാനൊക്കെ അവർ ജയിക്കുമെന്ന് തോന്നുന്നു. രാജീവ് ചന്ദ്രശേഖർ സാധ്യത. കാര്യം ഇവിടെയൊക്കെ ഭയങ്കര മുന്നേറ്റമാണ്. ചന്ദ്രശേഖർ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. കാലാകാലങ്ങളിൽ എപ്പോഴും ഇവർ രണ്ടുപേരും ഭരിച്ച് ഇങ്ങനെ ഒരു പരുവത്തിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയൊരു മാറ്റം വരുമെന്ന് പ്രതീക്ഷയുണ്ട്. ഇടതിനും BJP-ക്കുമാണ് സാധ്യത. ഇതിലാരെങ്കിലും ഒന്ന് മിക്കവാറും ഇടത് തട്ടിമുട്ടി ജയിക്കാൻ സാധ്യതയുണ്ട്. നേമത്ത് ഒരു പ്രചോദിതമായൊരു മത്സരം. അത് ആർക്കും ഒരു നെറ്റ് ടു ഫൈറ്റാണ് കേരളത്തിലത്തെ UDF അധികൃതർ. ചന്ദ്രശേഖരൻ ആരറിയാമോ? അദ്ദേഹമാണ് വരാൻ സാധ്യത. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മത്സ്യത്തൊഴിലാളിയാണ്. നമ്മുടെ നാട്ടിലാണ് നമ്മളിങ്ങനെ എന്താ പറയുക RSS ഇടാറില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. BJP-ക്കാണ് വോട്ട് ഞങ്ങളെല്ലാം ചെയ്തത്. പക്ഷെ ആ മനുഷ്യൻ വരണം എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. നല്ലതുണ്ടാവട്ടെ, പ്രാർത്ഥിക്കും. ഒരു മാറ്റം സംഭവിക്കണം. അതാണ് നമുക്കിഷ്ടം. ആര് ജയിച്ചാലും മാറ്റം സംഭവിക്കുക. ചുരുങ്ങിയ ആളുകളാണ് പ്രതികരിച്ചതെങ്കിൽ അതിലൊന്നും ശബരിനാഥനാണ് പ്രതീക്ഷിക്കേണ്ടത്. 3-ാം സ്ഥാനത്താണ്. പക്ഷെ ഞാൻ ഫൈറ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല മത്സരം ചന്ദ്രശേഖരൻ ആരറിയാമോ? അദ്ദേഹമാണ് വരാൻ സാധ്യത. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മത്സ്യത്തൊഴിലാളിയാണ്. നമ്മുടെ നാട്ടിലാണ് നമ്മളിങ്ങനെ എന്താ പറയുക RSS ഇടാറില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. BJP-ക്കാണ് വോട്ട് ഞങ്ങളെല്ലാം ചെയ്തത്. പക്ഷെ ആ മനുഷ്യൻ വരണം എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. നല്ലതുണ്ടാവട്ടെ, പ്രാർത്ഥിക്കും.